പറ്റില്ല, പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് മാറേണ്ടി വരും. സോ നമുക്ക് ആദ്യമേ തന്നെ മാറിയിരുന്നാൽ കുഴപ്പമില്ലല്ലോ. യെസ്, അപ്പൊ ഇന്നലത്തെ ക്ലാസ് എടുത്തതൊക്കെ പഠിച്ചോ, വായിച്ചൊക്കെ നോക്കിയോ? പഠിച്ചല്ലോ, സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്? ഓക്കെ. യെസ്, അപ്പൊ ഇന്നലെ നമ്മള് ഏതാ പഠിച്ചുകൊണ്ടിരുന്ന ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കുറച്ച് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉള്ള കവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ലാസ്റ്റ് ആയിട്ട് പഠിച്ച് നിർത്തിയത് അവിടെയാണ്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അതിലൊക്കെ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എങ്ങനെയാണ് അതിനകത്ത് എങ്ങനെയുള്ള കവറേജുകളാണ് കിട്ടുക, എല്ലാ അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് പേഷ്യന്റിന്റെ രോഗം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചെലവുകളും എന്താണ് അതിന്റെ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ബിൽസ് എന്തൊക്കെയാണോ റിക്വയർ ചെയ്തിരിക്കുന്ന ബിൽസ് അതൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാ പേയ്മെന്റും കിട്ടുന്ന ഒരു കവറേജ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവറിലുള്ളത്. ദാറ്റ് മീൻസ് ടു ഇൻഡെംനിഫൈ അവർ ലോസ്, നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറേജ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അതിന് കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റുകളും ബില്ലുകളും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഏത് കവറേജ് ഉള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോഴും ഓർക്കുക, there are some exclusions, limitations and also some coverage. അതിന്റെ കവറേജുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ എക്സ്ക്ലൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടും ലിമിറ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലെ. ബേസ്ഡ് ഓൺ ഓൾ കണ്ടീഷൻസ് അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ കാണും അല്ലെ. പരസ്യങ്ങളുടെ ഏറ്റവും ഇതൊരു കുറെ വാഗ്ദാനങ്ങളാണ് പരസ്യത്തിൽ ഉണ്ടാകുക. ഇന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓഫർ ചെയ്യും. അതിന്റെ ഒക്കെ എവിടെയെങ്കിലും ഒരു മൂട്ടിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ടാവും. കാരണം അതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കിട്ടുക. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കുറെ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഇതിന്റെ ബേസിസിലും ആയിട്ട് നമുക്ക് കവറേജ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ പറഞ്ഞു. അതായത് ബിയോണ്ട് ദ ഹോസ്പിറ്റലൈസേഷൻ കവർ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിന് പുറമേ മറ്റ് തരത്തിലുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിനോട് ഇന്റിമേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് എക്സ്പെൻസും നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകാറുണ്ട്, വിച്ച് ഈസ് എ നോൺ മെഡിക്കൽ നേച്ചർ അല്ലെ. അതായത് നമ്മുടെ മെഡിക്കലുമായിട്ടുള്ള നേച്ചർ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അതിന് റൂമിന്റെ റെന്റ്, മരുന്നുകള്, അതുപോലെ തന്നെ മറ്റ് നഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ എന്താ പറയാ ടെസ്റ്റുകള്, സർജറീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയത്, ഇതൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ് മെഡിക്കൽ നേച്ചറുള്ള ചെലവുകളാണ്. അതല്ലാതെ വരുന്ന ചെലവുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കോ ഒക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഒത്തിരി ട്രാവലിംഗ് എക്സ്പെൻസുകളും ചിലപ്പോഴൊക്കെ ബോൺ ചെയ്യേണ്ടി വരാം അല്ലെ. എന്ന് വെച്ചാൽ കുറച്ച് ദൂരെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ കൂടും. മാത്രമല്ല രോഗീനെയൊക്കെ നമുക്ക് സാധാരണ ബസ്സിൽ കയറ്റി അത്രയും എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള രോഗികളെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ റെന്റിനെടുത്ത് അല്ലെങ്കിൽ റെന്റായിട്ട് എടുത്ത് കൊണ്ടുപോകണം. അപ്പൊ അതിനൊക്കെ വൻ ചെലവുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളും കൂടി കൊടുക്കുന്ന അല്ലെങ്കിൽ അതുകൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് വിളിക്കുക. പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനസ് കവർ പറഞ്ഞു. ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കവറേജ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ സം സീരിയസ് ഇൽനസ് അല്ലെ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൽനസ് ലൈക്ക് ക്യാൻസർ, പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ. അല്ലെങ്കിൽ കുറച്ച് ലോങ് റിക്കവറി ആവശ്യമുള്ളത്. ലോങ് റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് അത് നമുക്ക് ആ രോഗം ഭേദമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് ചിലപ്പോഴൊക്കെ നമുക്കത് ഭേദമാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എങ്കിലും ട്രീറ്റ്മെന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അല്ലെ. കൂടുതൽ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസുകൾ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത്തരം കവറേജുകൾ കൊടുക്കുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണ്. അടുത്തത് എന്താണ്? പേഴ്സണൽ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ വേർഡിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ഒരു ആക്സിഡന്റ് പോളിസിയാണ്. For the expenses which is to be paid on behalf of the accident. ഒരു എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു,
കാലൊടിയോ കായൊടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറീസ്, വലിയ സീരിയസും അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത ഇഞ്ചുറീസും ഒക്കെ ആണെങ്കിൽ ആ ആക്സിഡന്റുകൾക്ക് മാത്രം കൊടുക്കുന്ന കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ആ അത്തരം എന്താ പറയാ ആക്സിഡന്റ് മൂലമായിട്ടൊക്കെ ചിലപ്പോൾ ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസിലേക്ക് പോകാൻ, ചിലപ്പോൾ വലിയ ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാലോ അല്ലെങ്കിൽ കയ്യോ ഒക്കെ ഏതെങ്കിലും ഒരു മെയിൻ പാർട്ട് ഓഫ് ദ ബോഡിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആണെങ്കിലും കവറേജ് കിട്ടും. പക്ഷെ അങ്ങനെയുള്ള കവറേജിന് ലംസം എമൗണ്ട് ആയിട്ട് വലിയ ഒറ്റത്തുക, വലിയ ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും ആ ഒരു ഡിസബിലിറ്റിക്കും അതുപോലെ തന്നെ ഡെത്ത് ആണെങ്കിലും മരിച്ചുപോയെങ്കിൽ ആ മരിച്ചുപോയ ആളുടെ ഫാമിലിക്ക് അവരുടെ ആ ഒരു പോളിസിയുടെ ആ ഒരു ഏത് രീതിയിലുള്ള പോളിസിയാണെന്ന് ബേസ് ചെയ്തിട്ട് അതിന് ഒരു ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ലംസമായിട്ട് ഒറ്റത്തുക, ഒറ്റയടിക്ക്. കുറേശ്ശെ ഹോസ്പിറ്റലിൽ ചെലവാകുന്നത് ആയിട്ടല്ല കൊടുക്കുന്നത്. അതൊക്കെ അവിടെ കിടന്ന് ചികിത്സിച്ചു ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആ ഇൻഷുർഡിന്റെ ഫാമിലിക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആക്സിഡന്റിന് മാത്രം കൊടുക്കുന്ന കവറാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വേർഡ് നമുക്ക് ഓർത്തിരുന്നാൽ മതി. പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ ആക്സിഡന്റ് കവറേജ് ആണ് കിട്ടുക. മനസ്സിലായോ? പേഴ്സണൽ ആക്സിഡന്റ് കവർ മനസ്സിലായോ? അതില് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് തുടങ്ങി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓൺ ആക്സിഡന്റ് എന്ന് പറയുന്നത് വരെ, സോറി, ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായോ? യെസ്. ഓക്കെ, അടുത്തത് ടോപ്പ് അപ്പ് കവറാണ്. ഒന്നുകൂടി പറയണോ? ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാകുന്ന ചെലവുകള്, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി, ചെറിയ ഒന്ന് മറിഞ്ഞ് വണ്ടി വീണോ അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഒരഞ്ഞോ ഒക്കെ പോയൊന്നും നമ്മളൊന്നും ഹോസ്പിറ്റലിൽ പോയില്ല അല്ലെ? അറ്റ് ദ ടൈം ഓഫ് എനി ആക്സിഡന്റ്, എന്തെങ്കിലും തരത്തില് ആക്സിഡന്റ് ഉണ്ടാകുമ്പോ ആ ആക്സിഡന്റിൽ നിന്നും ഉണ്ടാകുന്ന വലിയ ഇഞ്ചുറീസോ ചെറിയ ഇഞ്ചുറീസോ എന്തൊക്കെയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്ന ഒരു കേസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ കാശ് ചെലവാകും. അപ്പൊ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രം കവറേജ് കിട്ടുന്ന പോളിസി, അതാണ് ഹെൽത്ത് എന്താ പറയാ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. അത്ര ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ നമുക്ക് സംടൈംസ് പേഷ്യന്റ് മേ ബിക്കം ഡിസേബിൾഡ് ആകാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ വലിയ ആക്സിഡന്റ് ഒക്കെയാണ്, ചിലപ്പോ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ ചിലപ്പോ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയും പറ്റുന്നുണ്ടല്ലോ. കൈയുടെ മുറിഞ്ഞു പോയി അല്ലെങ്കിൽ കാല് മുറിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ഈവൻ ഡെത്തും സംഭവിക്കുന്ന ആക്സിഡൻസ് ഒക്കെ ഇഷ്ടംപോലെ. ആക്സിഡന്റ് എന്ന് പറഞ്ഞ് മാത്രമേ കേൾക്കാനുള്ളൂ. എവിടെയും നമ്മള് എന്താ പറയുക, നമ്മുടെ ഫോൺ തുറന്നാല് അല്ലെങ്കിൽ പത്രം എടുത്താല് ഒരുപാട് അപകടങ്ങളും അപകടത്തിൽ നിന്നും മരിച്ചു പോയതും അത് നഷ്ടപ്പെട്ടതും ഇത് നഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടംപോലെ കേൾക്കാറില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഡിസേബിൾഡിനും ഡെത്തിനും ഒരു ലംസം എമൗണ്ട് അവർക്ക് എന്താ പറയാ ഡിസേബിൾഡ് ആയിപ്പോയി അവരുടെ ഭാവിയിലുള്ള ട്രീറ്റ്മെന്റിനോ ഒരു ഭാഗമൊക്കെ മുറിഞ്ഞു പോയി, ഇനി അവർക്ക് എങ്ങനെയാ ഒരു ജോലിക്ക് പോയി പണം സമ്പാദിക്കാൻ പറ്റുക, ഒരു ഇൻകം നേടാൻ സാധിക്കുക? ഗ്രേറ്റ് ലോസ്. അവരുടെ ഫാമിലിയെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടമാണ് അല്ലെ? ഒരാളുടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്, ഏതെങ്കിലും രീതി നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് അവയവോ കാലോ കയ്യോ ഒക്കെ നഷ്ടപ്പെടും, നമുക്ക് ഇപ്പോഴത്തെ പോലെ ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ? പറ്റൂലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ വീട്ടിലിരിപ്പായി. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരം അവർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തേക്ക് ഒരു പരിധി വരെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ലംസം എമൗണ്ട് നമ്മളുടെ ഇൻഷുറർ കൊടുക്കുന്നത്. അത്തരം പോളിസിയാണ് അല്ലെങ്കിൽ അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ ആണ്. ഇതും ഒരു എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ്. നമ്മളുടെ ഏതെങ്കിലും നിലവിലുള്ള മീൻസ് ഒരു ഹോസ്പിറ്റലൈസേഷൻ എന്തെങ്കിലും മെഡിക്ലെയിമിന്റെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് ഈ ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ അത്തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഈ പോളിസി ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് എ ഹയർ എക്സ്പെൻസ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഹെൽത്ത് പോളിസി എടുത്തിരിക്കുകയാണ്, അതില് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു വർഷം വരെ നമുക്ക് 1 ലക്ഷം രൂപ നമുക്കിപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ വരികയാണ്, 1 ലക്ഷം രൂപ വരെ ചെലവ് കിട്ടുന്ന ഇൻഷുറൻസ് കിട്ടുന്ന ഒരു കവറേജാണ് നമ്മൾ എടുത്തേക്കണേ. ഏതെങ്കിലും ഒരു പോളിസി എടുത്തിരിക്കുകയാണ്, മെഡിക്ലെയിമിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. 1 ലക്ഷം ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്. ആ ഒരു വർഷത്തിനുള്ളില് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആൻഡ് ദർ വാസ് ആൻ എമൗണ്ട് എന്താ പറയാ വിച്ച് ഈസ് above 1 lakh. അതായത് ഈ 1 ലക്ഷത്തേക്കാൾ നമുക്ക് ഉള്ള ഇൻഷുറൻസ് പോളിസിയുടെ തുക എത്രയാണ്? സം അഷ്വേർഡ്, നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്
കമ്പനി നമുക്ക് തരാമെന്ന്, നമുക്ക് ഏതെങ്കിലും തരത്തില് രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകാതെ നമുക്ക് കിട്ടാവുന്ന ഉദ്ദേശിച്ചത് മാക്സിമം 1 lakh ആണ്, 1 ലക്ഷമാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ചെലവേ, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ വന്നിരിക്കുന്ന ചെലവ് എല്ലാം കൂടി 1 ലക്ഷത്തിൽ കൂടുതലുണ്ട് എന്ന് വിചാരിക്കാം, കൂടുതലായി എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ 1 ലക്ഷത്തേക്കാൾ കൂടുതൽ വന്നിരിക്കുന്ന എമൗണ്ടിന് നമ്മളുടെ നിലവിലുള്ള പോളിസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ടോപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. വെൻ അവർ പോളിസി ഗെറ്റ്സ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ പറഞ്ഞിരിക്കുന്ന പോളിസിയുടെ എമൗണ്ട് തീർന്നു വരും. മനസ്സിലായി? 1 ലക്ഷം രൂപ വരെയുള്ള പോളിസി എടുത്തിരിക്കുന്നത് ഞാൻ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, പക്ഷെ ഹോസ്പിറ്റലിന്റെ ബില്ല് മറ്റ് എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളോ മറ്റോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെയെന്ന് വിചാരിക്കും, അത് 1 ലക്ഷത്തിനേക്കാൾ എബവ് പോയി. ദാറ്റ് മീൻസ് ആ 1 ലക്ഷത്തിന്റെ എമൗണ്ട് ഗെറ്റ്സ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, തീർന്നു എന്ന്. നമ്മുടെ പറഞ്ഞിരിക്കുന്ന സം അഷ്യൂർഡിന്റെ എമൗണ്ട് തീർന്നു പോയി. നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ ഒരു കവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ, ടോപ്പ് കവർ എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പോളിസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമുക്കത് ഇൻക്രീസ് ചെയ്യാം. നിലവിലുള്ള പോളിസിനെ തന്നെ കുറച്ചുകൂടി വലിയ, അതായത് കുറച്ചുകൂടി പ്രീമിയം കുറച്ച് കൂടുതൽ അടയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വലിയ എമൗണ്ടിലേക്ക് മാറുന്ന രീതിയിലേക്ക് നമുക്ക് ഇൻഷുറൻസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ടോപ്പ് കവറിലുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന സം അഷ്യൂർഡ് തന്നെ ഒരു നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ വരുന്നില്ല, ചിലപ്പോൾ അതിനേക്കാൾ വലുതാകും, ചിലപ്പോൾ അതിന്റെ അടുത്ത് പോലത്തില്ല, ചെറിയ എമൗണ്ട് ഒക്കെ പാഴാകി പോകുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ഇനി എപ്പോഴെങ്കിലും വീണ്ടും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ നേരത്തെ 1 ലക്ഷത്തിന്റെ ആയിരുന്നു, നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു 10-25,000 രൂപ ചിലവായി ഹോസ്പിറ്റലിൽ, ഇൻഷുറൻസ് കമ്പനി 25,000 കൊടുത്തു. അത് കഴിഞ്ഞ് 1 വർഷം തീരുന്നതിന് മുമ്പ് പിന്നെയും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പോഴും 1 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ 25,000 നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും 75,000 ബാലൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അസുഖം വന്നാലും നമുക്കത് ട്രീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇൻഷുറൻസിന്റെ കയ്യിൽ നമ്മുടെ ഉണ്ട് അല്ലെ. പക്ഷെ അതേസമയം കൂടുതൽ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ, സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് അല്ല നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി എടുത്തിരിക്കുന്നെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ടോപ്പ് ചെയ്യാൻ, പണ്ടൊക്കെ നമ്മൾ മൊബൈൽ ടോപ്പ് ചെയ്യാന്നല്ലേ പറയാതെ, ആ കുഞ്ഞിത് ഉണ്ടായിരുന്നപ്പോ സ്വിച്ച് ഉണ്ടായിരുന്നപ്പോ 10 രൂപയ്ക്കും 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ടോപ്പ് ചെയ്യാന്നാ കേട്ടത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വലിയ പ്ലാനുകളാണ്, അൺലിമിറ്റഡ് പ്ലാനുകളാണ്. എന്താ പറയാ, കോൾ ചാർജ് പ്ലസ് നമ്മളുടെ ഡാറ്റ, മൊബൈൽ ഡാറ്റ, അതായത് നമുക്ക് ഇന്റർനെറ്റ് സൗകര്യമൊക്കെ എടുക്കാനുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയില്ല, നമ്മുടെ പ്ലാൻ തീർന്നു, നെക്സ്റ്റ് പ്ലാൻ നമ്മൾ എന്താ പറയാ നമ്മൾ റീചാർജ് ചെയ്യുക എന്നാണ് പറയാ. പണ്ട് അതിനെ ടോപ്പ് ചെയ്യാന്നാ പറയാം. അതായത് നിലവിലുള്ള നമ്മുടെ പ്ലാനിൽ വെച്ച് നമുക്ക് 10 രൂപയ്ക്കും 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ ടോപ്പ് ചെയ്യാനുള്ള ഇത് ആ പ്ലാൻ തന്നെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഡിഫറെന്റ് പ്ലാൻസ് ആണ് ഓരോ കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എയർടെൽ സെൽസ് ആണെങ്കിൽ വോഡാഫോൺ വെയർ സെൽസ്, അങ്ങനെ ഏതൊക്കെ ഉണ്ടോ കമ്പനിക്കാർ അങ്ങനെ അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതങ്ങനെയാണ്, ഇത് അതുപോലെയാണ്. നിലവിലുള്ള ഒരു പോളിസി, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ when that sum assured gets exhausted, ആ വാക്കാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളുടെ നിലവിലുള്ള സം അഷ്യൂർഡ് തീർന്നു പോയെങ്കിൽ we can add on അല്ലെ, നമ്മളുടെ ഇതിനകത്ത് തന്നെ അത് നിന്നുകൊണ്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒരു കവറിനോടൊപ്പം ചേർക്കാം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പ് കവറിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? എക്സ്റ്റൻഷൻ ആണ്, നിലവിലുള്ള പോളിസിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യേ. ടോപ്പ് ഹെൽത്ത് കവർ തുടങ്ങി ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസി വരെ, ഹെൽത്ത് ഓർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി വരെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് അതിന്റെ അടുത്ത സെന്റൻസ്, മൂന്നാമത്തെ സെന്റൻസ് ആണ്, ഇൻ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ് ഡ്യൂ ടു ഇൽനെസ് ഓർ ആക്സിഡന്റ്സ് വെൻ ദ എക്സിസ്റ്റിംഗ് പോളിസി ഗെറ്റ്സ് എക്സോസ്റ്റഡ്. നമ്മുടെ നിലവിലുള്ള പോളിസി എക്സോസ്റ്റഡ് ആകുക, തീർന്നു പോകുമ്പോൾ അതിൽ കൂടുതൽ ചെലവുകളാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ, ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമോ വരുന്നതെങ്കിൽ ടോപ്പ് കവർ നമുക്കൊരു ബെനിഫിറ്റ് തരുന്നുണ്ട്. വി ക്യാൻ മീറ്റ് സച്ച് എക്സ്ട്രാ എക്സ്പെൻസ്, അധികം വരുന്ന ചെലവുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഈ ഒരു കവറേജ് എടുക്കുന്ന ഇൻഷുറൻസിന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. മറ്റേതൊക്കെ എവിടെ വെച്ച് തീർന്നു. ഇപ്പൊ ഞാൻ വേറെ സാധാരണ ഒരു പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ, ഒരു 50,000 രൂപയുടെ ഒരു പോളിസി, ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു, ഒരു വർഷത്തിനുള്ളിൽ ചെറിയ പ്രീമിയം ഒക്കെ അടച്ചിട്ടാണ് ഞാൻ ആ പോളിസി എടുത്തിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഒരു 50,000 രൂപയുടെ വരെയുള്ള ബില്ലാണ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നത്. ഇനി അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ
എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കണം, മനസ്സിലായോ? എന്നാൽ ഈ തരത്തിലുള്ള ടോപ്പ് പ്രോഗ്രാം ഞാൻ എടുക്കുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എനിക്ക് എക്സ്ട്രാ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി ഈ ഒരു കവറേജിലാണ് കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ലെന്ന് ആരും പറയരുത്. ഓരോ പോളിസീസും ഇറ്റ്സ് ഡിഫറൻറ്റ്, എല്ലാം വേരിയഡ് ആണ്, വേരിയേഷൻ ഉള്ള പോളിസീസ് ആണ്. ഓരോ ഇൻഷുററും ഇൻഷുറർക്ക് കൊടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഓരോ രോഗങ്ങൾക്കോ ചിലപ്പോൾ ആക്സിഡൻസിനോ മറ്റേത് രീതിയിലാണെങ്കിലും അതിന് അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് പറയുന്നത്, എല്ലാത്തിനും അതിന്റെ കവറേജുമായി ബന്ധപ്പെട്ട്, എക്സ്ക്ലൂഷൻസുമായി ബന്ധപ്പെട്ട്, ലിമിറ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കമ്പനികളും ഓഫർ ചെയ്യുന്നത് വിവിധങ്ങളായ രീതിയിലായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണുള്ളതെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ, അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. അഞ്ചെണ്ണം മനസ്സിലായോ? ടോപ്പ് അപ്പ് കവറിൽ ഒന്നാമത്തെ മൂന്നാമത്തെ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമുക്ക് ഇനി ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ എല്ലാ ഇൻഷുറൻസിനും കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോമൺ ആയിട്ട്, അതായത് ജനറലി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു നിങ്ങളോട്, പ്രൈവറ്റ് ആയിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്, ആൻഡ് ഓൾസോ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് എല്ലാവർക്കും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമില്ല. നമുക്കറിയാലോ, ഇന്ന് നമ്മൾ ഒരുപാട് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ഒത്തിരി കാര്യങ്ങളിൽ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുന്നത് ബിലോ പോവർട്ടി ലെവൽ ആളുകൾക്കാണ്, അല്ലെ? അതായത് പോവർട്ടി ലെവലിന് താഴെയുള്ളവർക്ക് ആണ് അധികം സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കാം. കാരണം അവർക്കാണ് ആവശ്യം, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ഫാമിലി ഇൻകം വളരെ കുറവാണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് ആരും തന്നെ വീടുകളിൽ ഇല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യാനുള്ള മാർഗങ്ങളില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് നല്ലൊരു എന്താ പറയാ വീടോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു ഇടമോ ഇല്ലാത്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ സോ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ചില ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതാണ്. ആദ്യത്തേത് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഒന്നാമത്തേത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഗവൺമെന്റിന്റെ ഒക്കെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി നടത്തിയിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. അപ്പോ ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ നമുക്ക് എന്താ പറയാ, ഇൻഷുറൻസ് പ്രോഗ്രാം നമുക്ക് ലഭിക്കണമെങ്കിൽ താഴെ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. സോ കണ്ടീഷൻസ് ഉണ്ട്, പറഞ്ഞില്ലേ? ഏത് ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, ദാറ്റ് ഈസ് SHI, ഇതിൽ പാർട്ടിസിപ്പേറ്റ് മെമ്പർ ആകണമെങ്കിൽ വി ഹാവ് ടു ഫോളോ ദ കണ്ടീഷൻസ്. എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ മനസ്സിലായോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയുള്ള ഇൻഷുറൻസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് താഴേക്ക് വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതിൽ ഒരു അംഗമാകാനായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, participation in the program is mandatory by law or by conditions of the employment. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ, ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ജോലികൾക്ക്, ഇപ്പൊ ഇല്ലേ എന്താ പറയാ, ഒരുപാട് ഉണ്ടാകുന്നത് ചില ജോലികൾക്ക് ജോലിയിൽ പ്രവേശിക്കും. അതിന്റെ ആ ഒരു നിയമം അനുസരിച്ചിട്ട്, ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊരു ഇൻഷുറൻസിന്റെ ഭാഗമാകണം എന്നുള്ളത് നെസസറി ആണെങ്കിൽ ആ പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യണം, പങ്കെടുക്കണം. അതിനകത്താണ്. അപ്പൊ അത് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കണ്ടീഷനാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഏതെങ്കിലും ചില എംപ്ലോയ്മെന്റില് ചില ജോലികൾ ചെയ്യുമ്പോൾ അതിന് ഒരു നിയമം അനുസരിച്ച് ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നു, അതിനകത്ത് ചേരുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ അതിനകത്ത് ഒരു ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ആ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. എല്ലാ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഇത്തരം ഇൻഷുറൻസ് കിട്ടൂല. ചില ബിസിനസിന്റെ അല്ലെങ്കിൽ ചില ജോലിയുടെ ഭാഗമായിട്ട് മാത്രം. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഞാൻ വേറെ പറയട്ടെ, നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങിക്കുന്നു. വണ്ടി വാങ്ങിക്കുമ്പോ വണ്ടി നമുക്ക് വിൽക്കുന്ന ആളുകൾ തന്നെ അവർ നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് പേപ്പർ കൂടി ക്ലിയർ ചെയ്യിപ്പിച്ചിട്ടാ വിടുക. ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ, ആണോ? ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടല്ലേ വിടുള്ളൂ. വണ്ടി റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് കൂടി നമ്മൾ അതിനകത്ത് നമുക്ക് തന്നിട്ടാണ് വിടുക, അല്ലെ? 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ആൾക്കാർ പറയും വെറുതെ ആണെങ്കിലും, വെറുതെ ആണത് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്.
നമ്മള് പൈസ കൊടുത്ത് വണ്ടി വാങ്ങിക്കുന്നു, ഇനി എല്ലാ വർഷവും അതിന് ഇത്ര രൂപ അല്ലെ, ചില കാറിനൊക്കെ ആകുമ്പോൾ ഭയങ്കര പൈസയാ, 8ഉം 10ഉം രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും അല്ലെ. ഇത്രയും പൈസ കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് അതിൽ എല്ലാ വർഷവും നമ്മൾ ഇത്ര രൂപ വെച്ച് വീണ്ടും അടയ്ക്കണം എന്നൊക്കെ ആൾക്കാർ വെറുതെ പറയും. പക്ഷെ അത് ഇൻഷുറൻസ് ആണ്, നമ്മളുടെ സേഫ് ആയിട്ട് നമ്മളുടെ വണ്ടിക്ക് യാതൊരു കുഴപ്പമൊന്നും പറ്റാതെ റോട്ടിൽ കൂടി ഓടി നടക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അതിനെ ആ ലോസിനെ ഇൻഡെമിനിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അന്ന് വെച്ചിട്ട് എല്ലാവരുടെയും വണ്ടിക്ക് അങ്ങനെ അപകടമൊന്നും പറ്റുന്നില്ല, പക്ഷെ എങ്കിലും അതൊരു സേഫ്റ്റിയാണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ജോലിയിൽ ആ ജോലിയുടെ മാനദണ്ഡം അനുസരിച്ച് ബൈ ലോ നിയമപരമായിട്ട് ആ ഒരു എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകേണ്ടി വരുന്നു. അതൊന്ന്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഓൾസോ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുന്നത് ഒറ്റയ്ക്കല്ല, ഇൻഡിവിജ്വൽ ആയിട്ടല്ല, കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്, കുറച്ച് വളരെ ചുരുങ്ങിയ ചിലപ്പോൾ 3, 4, 5 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണ്. എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കുന്നു. അവർക്ക് എന്തെങ്കിലും ആ ഗ്രൂപ്പിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമോ ആക്സിഡന്റ് വരുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നു, ആ വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ ആർക്കും എന്തെങ്കിലും വന്നാലും അതിന് ആ സമ്മേഷയുടെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പേയ്മെന്റ് നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റൽസിലേക്ക് ഇൻഷുറൻസുകാർ പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനാണ് ആൻഡ് ഓൾസോ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഒരുപാട് കൂട്ടം എംപ്ലോയീസിന് വേണ്ടിയിട്ടല്ല കേട്ടോ, കുറച്ച് ആൾക്കാർക്ക്, കുറച്ച് ആൾക്കാരെ. അപ്പൊ ആ ജോലിയുടെ കണ്ടീഷൻ പ്രകാരം ഇതിനകത്ത് ഭാഗമാകുന്നു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന് ഈ പറയുന്ന ഇൻഷുറൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനൊരു പ്രീമിയം അടയ്ക്കണ്ടേ? ഹു ഈസ് റെസ്പോൺസിബിൾ? ആരാണ് അപ്പൊ ഈ പ്രീമിയം അടയ്ക്കണ്ടേ? ഈ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണോ? തീർച്ചയായിട്ടും അല്ല. ദ എംപ്ലോയർ ഹാസ് ടു പേ ദ പ്രീമിയം ഫോർ ദ എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടി പ്രീമിയം അടയ്ക്കുന്നത് എംപ്ലോയർ ആയിരിക്കും. അതാണ് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ കുറച്ച് മെമ്പേഴ്സിന്റെ പേരില് ഒരു എന്താ പറയാ ആ ജോലിയുടെ ഒരു പ്രത്യേകതകൾ കൊണ്ട് ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് വേണം, നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെ നടക്കണല്ലേ, ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ജോലിക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി ആൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. ഇനി ആ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക അടയ്ക്കുന്നത് എംപ്ലോയി അല്ല, എംപ്ലോയർ ആണ്. മനസ്സിലായോ? ആരാണോ നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ എംപ്ലോയർ, ജോലി തന്നേക്കുന്ന ആളുണ്ടല്ലോ, അവരാണ് ആൾക്ക് വേണ്ടിയിട്ട് എന്ത് എടുക്കേണ്ടത്? പ്രീമിയം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത്. സോ ദീസ് 3 കണ്ടീഷൻസ് ആണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. മനസ്സിലായോ? 3 പോയിന്റ് മനസ്സിലായോ? ഏതാ ഒന്നുകൂടി പറയണ്ടേ? 3 ഒന്നുകൂടി പറയാം അല്ലെ. ഒന്നാമത്തേത്, നിയമപരമായിട്ട് ചില ജോലികൾക്ക്, ചില തൊഴിലിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പങ്കാളിയാകണം എന്നുള്ളത് നെസസറിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ചില ജോലിക്കാണ്, എല്ലാ ജോലിക്കല്ല, ചില ജോലിക്ക് നിയമം ഉണ്ടെന്ന്, ഇത് ഇൻഷുറൻസ് എടുത്തേ മതിയാകുന്ന നിയമം ഉണ്ടെന്ന്. മനസ്സിലായോ? ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകുന്നു. ഇത്തരം ഇൻഷുറൻസിന്റെ ഭാഗമാകുന്ന ആളുകള് ഒരാളല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ആ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകുക. അതും കുറച്ച് ആളുകൾ അടങ്ങുന്ന ഗ്രൂപ്പുകൾ. ഇപ്പൊ 2-3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ വേറെ അടുത്ത ഗ്രൂപ്പ് ആയിരിക്കും, വേറെ 3-4 പേര്. അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്ക് എന്ത് അസുഖം വന്നാലും അതിന്റെ ആ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന ഇതിന് ഈ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാനും എന്താ പറയാ അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ, പ്രീമിയം അടയ്ക്കേണ്ടത് എംപ്ലോയി അടയ്ക്കേണ്ട. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്താൽ ഞാനാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. പക്ഷെ ഈ കേസിൽ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് നമുക്ക് നിർബന്ധപൂർവ്വം എടുക്കേണ്ടി വരുന്നതാ. എനിക്ക് വലിയ നിർബന്ധമില്ല, ഞാൻ ഇൻഷുറൻസിൽ ജോലി ചെയ്യാം. പക്ഷേ ജോലി തന്ന ആൾക്ക് അവിടെ അത്ര ഉറപ്പില്ല അല്ലെ. ഈ ജോലിയുമായി ബന്ധപ്പെട്ട ആൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസുഖങ്ങളോ മറ്റു കാര്യമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച് ജോലി തന്ന ആളുകൾ അവർക്ക് ഒരു ഉറപ്പിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊരു ഇവിടെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഈ എംപ്ലോയ്മെന്റിൽ നിന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയർ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ എക്സ്പെൻസ് ഒക്കെ ചിലപ്പോൾ ഹ്യൂജ് ആകാം, വലുതാകാം, ചെറുതാകാം. അപ്പൊ ചെറുതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് എംപ്ലോയർ കാശെടുത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കണ്ടേ.
അതിന് അതൊക്കെ ഒന്ന് ഇൻഡെമിനിഫൈ ചെയ്യാൻ, അത്തരം നഷ്ടപരിഹാരങ്ങളെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യുന്നു, നിർബന്ധപൂർവ്വം എടുപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും നിർത്തേണ്ടത് എംപ്ലോയർ തന്നെയാണ്, എംപ്ലോയിക്ക് വേണ്ടി. മനസ്സിലായോ? അതാണ് 3 പോയിന്റ്. ഇനി ഉണ്ടോ? ഇനി പറയണോ? Now let's see what are the feature or benefits of health insurance. SHI-യുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെ ബെനിഫിറ്റ് നേട്ടം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഒന്നാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന എന്തിനും വിലക്കുറവായിരിക്കും. അറിയില്ല അല്ലെ? നമുക്കറിയാലോ, ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാത്തിനും പൈസ കുറവാണ് അല്ലെ? ഹോസ്പിറ്റൽസ് നോക്കിക്കോ നിങ്ങള്. ഹോസ്പിറ്റലില് നമ്മളിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകുന്ന അതേ പൈസ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കണ്ടേ? ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ്, ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയൊക്കെയാണ് നടത്തപ്പെടുന്നത് അല്ലെ? ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്താ പറയാ, ഒത്തിരി നല്ല നല്ല മരുന്നുകളാണെങ്കിലും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ. അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയല്ല. കാരണം നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലാവുമ്പോൾ ഡോക്ടേഴ്സ് വളരെ എക്സ്പേർട്സ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവർക്ക് ഒരുപാട് രോഗങ്ങളും രോഗികളൊക്കെ ട്രീറ്റ് ചെയ്തൊക്കെ ഒത്തിരി തഴക്കവും കഴക്കവും ചെന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരൊക്കെ വെറുതെ ഇരിക്കുന്നവരെല്ലാം നല്ല നല്ല കഴിവുള്ളവർ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഫെസിലിറ്റീസ് കുറവായിരുന്നു കുറച്ച് നാളുകൾ മുമ്പ് വരെ. പക്ഷെ ഇന്ന് മിക്ക ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ലോ കോസ്റ്റ്. എല്ലാത്തിലും ഇപ്പൊ ചീട്ടെടുക്കുന്നതിന് നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചീട്ടെടുക്കാൻ പോകുമ്പോൾ 250, 300, 250 താഴെ ഇല്ല എന്തായാലും, തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അത്രയും രൂപയാണ് ഒരു രജിസ്ട്രേഷൻ പോയിന്റിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക അല്ലേ? എന്നാലോചിച്ചോക്കെ. എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മൾ എത്ര രൂപ കൊടുക്കും? പോകാറുണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലില്? പറയും, നിങ്ങൾ പറ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ പറയും. എത്ര രൂപ കൊടുക്കും നമ്മളുടെ പേര് എന്താ പറയാ ചീട്ടെടുക്കാൻ? യെസ്, 5 or 10 ഒക്കെ. നാള് വരെയൊക്കെ 2 രൂപയായിരുന്നു. ഇപ്പോഴാണ് അത് 5ഉം 10ഉം ഒക്കെ ആയിട്ട് മാറിയത് അല്ലെ? അത്രേ ഉള്ളൂ. അത്രയും പൈസ കൊടുത്താൽ മതി. അപ്പൊ ഗവൺമെന്റിന്റേതായതുകൊണ്ട് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വളരെ ലോ കോസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മെമ്പേഴ്സ് ആകാനായിട്ട് കൂടുതലും BPL ഫാമിലീസിനും ഈ ഒരു പോളിസിയുടെ ബെനിഫിറ്റ് നമുക്ക് ഈടാക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ജോലി സ്ഥലത്ത് മാത്രമല്ല, BPL ഫാമിലിയിൽ പെട്ട ആളുകൾക്കും ഇത്തരം ഇൻഷുറൻസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ BPL ഫാമിലിക്കാരനുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാം. അതിന്റെ ബെനിഫിറ്റുകൾ എന്താ പറയാ യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? കാരണം ഒരു ഇൻഷുറൻസ് പോളിസി ഇത്രയും ചെറിയ തുകയ്ക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷനുള്ളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ അല്ലെ? ഇപ്പൊ ഒത്തിരി അങ്ങനത്തെ പോളിസീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത്? ഇപ്പൊ 60-70 വയസ്സിലൊക്കെ മുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ അവരുടെ രോഗത്തിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയാലോ ഒക്കെ ഇത് കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പോളിസീസ് ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ അടുത്ത കാലങ്ങളിലൊക്കെ വന്നു അല്ലെ? ഇത്ര ഏജിന് എബവ് ഉള്ളവർക്കൊക്കെ. അപ്പൊ അതുപോലെ അതൊക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോ മക്കൾക്ക് എല്ലാവരും നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ? വളരെ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ അറിയാം. അപ്പൊ അത്തരം ഒരു പോളിസിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു തുകയ്ക്ക് ആയിരിക്കാം നമ്മളിത് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു പോളിസി എടുക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെയധികം ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് BPL ഫാമിലീസിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പുവർ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള കവറേജ് കൊടുക്കുന്ന പോളിസിയാണ്. പുവർ പീപ്പിളിന് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്, ബെനിഫിറ്റ് ആണ്. ഇനി ഈ ഒരു പോളിസി എടുക്കുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും കാശൊക്കെ കുറവല്ലേ, പോളിസി എമൗണ്ട് ഒക്കെ വളരെ കുറച്ചല്ലേ നമ്മൾ അടച്ചിട്ടുള്ളൂ, അപ്പൊ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ പറയാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പൊ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഇന്ന് ഇപ്പോഴൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ, ഒത്തിരി മോഡേൺ സ്റ്റൈലിലുള്ള എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റ്സും മെഷീൻസും ഒക്കെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫുള്ളി അതെല്ലാം എക്യുപ്ഡ് അല്ല, എല്ലാ സ്ഥലത്തും ഇല്ല. പക്ഷെ ചില സ്ഥലത്ത് ചില എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ നമ്മുടെ രോഗിനെ ഈ ഒരു സൗകര്യം ഇവിടെ ഇല്ല, വേഗം തന്നെ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ കേസസ് നമ്മൾ അറിയാം അല്ലെ? രോഗിനെ ഈ വേഗം തന്നെ ഇവിടെ കൊണ്ടുപോകും. നമ്മൾക്ക് ഇവിടെ അടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. സോ അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അവർക്ക് കേപ്പബിലിറ്റി ഇല്ല എങ്കിൽ അവർ റെഫർ ചെയ്യും, പെട്ടെന്ന് തന്നെ എറണാകുളത്ത് കൊണ്ടുപോകും, അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ എന്നൊക്കെ പറയും. അത്തരം ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകണേ.
മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ബോത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ ഗവൺമെന്റ് ആശുപത്രിയിലും അത് കിട്ടുള്ളൂ. കാരണം ഗവൺമെന്റിന്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കണേ. കുറച്ച് പൈസയിൽ നമ്മൾ അടയ്ക്കുന്നുള്ളൂ. ഇത്ര വലിയ എമൗണ്ടിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ബെറ്റർ ഹെൽത്ത് കെയർ കൊടുക്കുന്ന ഒരു പോളിസി കൂടിയാണ് നമ്മുടെ SHI എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? SHIയുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ ഷോർട്ട് ഫോം പഠിക്കണം. അതും അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ആ 3 കണ്ടീഷൻസ്. ഇത്രേ ഉള്ളൂ SHIനെ കുറിച്ച്. ആ SHI ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടോട്ടാ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടോ. ആ 3, 4, 7 പോയിന്റ് അണ്ടർലൈൻ ചെയ്തോ. 7 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ആ കണ്ടീഷൻസും 4 ബെനിഫിറ്റ്സ് ഓർ ഫീച്ചേഴ്സും. ഇവിടെ സൗണ്ടിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൗണ്ടിന് കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ സൗണ്ട് ഒന്നും ഓഫ് ചെയ്തിട്ടുണ്ടായില്ല, മ്യൂട്ട് ചെയ്തിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ. സൗണ്ട് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ ഇരുന്നാൽ മതി. കണ്ടോ, സൗണ്ട് മ്യൂട്ടൊന്നും ചെയ്തില്ല, അല്ലാണ്ട് തന്നെ ഇവിടെ ഭംഗിയായിട്ട് കേൾക്കാൻ പറ്റുന്നത്. എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് തോന്നില്ല. അപ്പുറത്തിരുന്നപ്പോ എവിടെയൊക്കെയോ അങ്ങനെ കൊണ്ടൊക്കെ വലിയ സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നണ്ടായിരുന്നു. യെസ്, ഓക്കെ ആണല്ലോ. അടുത്തത് എടുക്കട്ടെ. ഓക്കെ, യെസ്. അടുത്തത് ഇത് നമ്മൾ ചിലപ്പോ കേട്ടിരിക്കുന്ന ഒരു പോളിസിയാണ്. സോഷ്യൽ ഹെൽത്ത് എന്താ പറയാ കവർ അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ അത്രയധികം കേട്ടിട്ടില്ല. ഉണ്ട്, അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ കേട്ടിരിക്കുന്ന ഒരു പോളിസിയാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കീമാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ മിക്കവാറും എല്ലാവരും, അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറ്റി നോക്കാം. ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1948. 1948 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇങ്ങനെ ഒരു പോളിസി അല്ലെങ്കിൽ ഇത്തരം ഒരു സ്കീം കൊണ്ടുവന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എംപ്ലോയീസിന് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റേതിനകത്ത് എംപ്ലോയീസും പെടും, ഒരു ജോലിയിലുള്ള ജോലി സ്ഥാപനത്തിലെ മെമ്പേഴ്സ് ആവാം, അതുപോലെ പുവർ ഫാമിലി പോവർട്ടി ലെവലിലുള്ള ആളുകളും ആകാം SHI എന്ന് പറയുന്നത്. പക്ഷെ ഇത് ESI എന്ന് പറയുന്നത് എംപ്ലോയീസിന് വേണ്ടി മാത്രമാണ്. ESIS, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESISന്റെ ഫുൾ ഫോം വേറെ, ESIയുടെ ഫുൾ ഫോം വേറെ. വേറെ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് അതാണ് ESI. ESIS എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം കൂടിയുണ്ട്. ഓക്കെ, ഇത് മെഡിക്കൽ ബെനിഫിറ്റും അതുപോലെ തന്നെ ക്യാഷ് ബെനിഫിറ്റും രണ്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. മനസ്സിലായ? മറ്റേതിനകത്തൊക്കെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ത് കൊടുക്കുന്നോ അതിന്റെ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തായിരിക്കും കൊടുക്കുക, ട്രീറ്റ്മെന്റുകളുടെ പേയ്മെന്റ് ആണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. അതേസമയം ഇതെന്ന് പറയുന്നത് ഒരു ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് ബോത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ESIC ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. 3 എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം പഠിച്ചേക്കണേ. ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ESIS, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. 3 പഠിച്ചേക്കുന്നു കേട്ടോ. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളിലെ ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതൊക്കെ നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ആ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്, അർദ്ധ സർക്കാർ ഒരു ബോഡിയാണ്. അതിനകത്ത് ഒരു യൂണിയൻ മിനിസ്റ്റർ ആണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ചെയർമാൻ ആയിട്ടും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ, ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ് ESIC, who or which controls the activities of ESI. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ആക്ടിവിറ്റീസിനെയൊക്കെ നിയന്ത്രിക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഈ ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവും ആരൊക്കെയാണ്?
നമ്മളുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറിന്റെ അതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവുമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ESI തുടങ്ങിയത്, എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും ഇയറും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നും അത് ആരൊക്കെയാണ് അതിനകത്തുള്ള ആ സെമി ഗവൺമെന്റ് ബോഡിയുടെ ചീഫ് എന്താ പറയാ ഡയറക്ടർ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ചെയർമാനും ആരൊക്കെയാണെന്നാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ESI നിലവിൽ വന്ന വർഷം, ESIനെ കൺട്രോൾ ചെയ്യുന്നത്, ESI എന്ന് പറയുന്നത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. അത് ലീഡ് ചെയ്യുന്നത് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും കൂടിയാണ്. ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അത് മുഴുവനും അണ്ടർലൈൻ ചെയ്യാം. അതിനകത്ത് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കും. ഏത് വർഷം അത് നിലവിൽ വന്നു എന്നും, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും, ആരാണ് അതിനകത്ത് ചെയർമാൻ എന്നും, ആരാണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ ചോദിക്കാൻ പല പല ചോദ്യങ്ങളാണ്. ഒറ്റ ചോദ്യമായിട്ട് വരുന്നല്ല, പല പല ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെ പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി ടു മേക്ക് യൂസ് ഓഫ് ദിസ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടു മേക്ക് യൂസ് ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ബെനിഫിറ്റ്, ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ നല്ല വശമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ ഇതിന്റെ നന്മ, ഈ അഡ്വാൻറ്റേജ്, ഈ ഒരു ഇൻഷുറൻസിന്റെ ഈ ഒരു സ്കീമിന്റെ നല്ല വശങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ചില കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് എംപ്ലോയീസിന് ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ എന്താ പറയാ ബേസ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ദ എംപ്ലോയി ഹാവ് ടു ബി വർക്ക്ഡ് ഫോർ 78 days ബിഫോർ സിക്നസ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഇപ്പൊ ഒരു ജോലിക്ക് ഒരാൾ പ്രവേശിച്ചേക്കാണ്, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് ഒരംഗമാണെന്ന് വിചാരിക്കാം. അങ്ങനെ അവിടെ ജോലിക്ക് കയറി ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ആള് എന്തെങ്കിലും വയ്യായികയായി. ചിലപ്പോൾ നമുക്കറിയാം ചില എന്താ പറയാ ജോലിക്ക് പോയി കഴിയുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം. ഫോർ എക്സാമ്പിൾ, ഇഫ് സം പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി, എന്തെങ്കിലും ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഈ ഫാക്ടറീസ് എന്നാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസ്, അതായത് അവിടുത്തെ ഗ്യാസും അവിടുത്തെ ഈ വിഷവാതകങ്ങളൊക്കെ ശ്വസിച്ച് ചിലപ്പോൾ ലങ്സ് ഒക്കെ എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലും ശ്വാസ തടസ്സമൊക്കെ പോലെയൊക്കെ വരും. അപ്പൊ അസുഖമായി ഹോസ്പിറ്റലൈസ്ഡ് ആയി, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് വിചാരിക്കുക. പക്ഷെ ഇൻഷുറൻസ് ഉള്ള ആളാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ, ആ ആൾക്കാർ രോഗം വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 78 ദിവസമെങ്കിലും ആള് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വന്ന് കയറി അപ്പൊ തന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ രോഗിയായി എങ്കിൽ അസുഖം വന്നു, അപ്പൊ സമയത്ത് കിട്ടില്ല. അപ് ടു 78 days ആള് ആ സിക്നസിന് മുമ്പ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നാൽ മാത്രമാണ് he or she should avail that benefit of that ESI. ESIയുടെ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ അർഹത ആണായാലും പെണ്ണായാലും അവർക്കുള്ളൂ എന്നാ പറഞ്ഞത്. മനസ്സിലായോ? 78 ദിവസങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടാവണോന്ന്. 78 ദിവസം ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് തൊട്ട് മുന്നുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻസ് ഒന്നും കമ്പനി വഹിക്കുന്നതല്ല. അതാണ് ESIയുടെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചില കണ്ടീഷൻസ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടാൻ, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ പറയാ ഈ ഡെലിവറിയോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മമാരാകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ അവരും ഇതുപോലെ തന്നെയാണ്. അതിനൊരു ഇതുപോലെ ഒരു ദിവസം പറഞ്ഞിട്ട് 70 days ബിഫോർ അവൈലിംഗ് ബെനിഫിറ്റ്. ഈ ബെനിഫിറ്റിന് അർഹയാകുന്നതിന് തൊട്ട് മുമ്പ് 70 ദിവസം എന്ത് ചെയ്തിട്ടുണ്ടാവണം, ജോലി ഉണ്ടാവണം, ചെയ്തിട്ടുണ്ടാവണം. 70 ദിവസത്തിന് മുമ്പാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബി പോസിബിൾ. അത് 70 ദിവസം വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളത് ഈ ഒരു ESIയുടെ ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഏത് എംപ്ലോയീസിനും 78 ദിവസം വരെ ആ സിക്നസിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് ഒരു കണ്ടീഷൻ. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടാനാണെങ്കിൽ സ്ത്രീകള് 70 ദിവസം വരെയെങ്കിലും ജോലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ?
അപ്പൊ ESIയുടെ ആ ഒരു പാരഗ്രാഫും ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുകയും ചെയ്യാം. വായിച്ചോ? മനസ്സില്ലേ? ഓക്കെ, അടുത്ത പറയട്ടെ. ഇനി ഈ ഒരു ESI എന്ന് പറയുന്ന ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫാക്ടറി ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയാ സ്കീം. അതായത് നമ്മളുടെ ESI എന്ന് പറയുന്ന സ്കീം ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പണ്ട് തുടങ്ങി കേട്ടോ. പണ്ട് തുടങ്ങി അങ്ങനെയാണ്. 1948 സ്ഥാപിതമായത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്കീം. അപ്പൊ അന്ന് മുതൽ അവരത് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണ്, ഫാക്ടറി വർക്കേഴ്സിനെ. കാരണം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. ഞാനിവിടെ ഇരുന്ന് പഠിപ്പിക്കുകയാണ് അല്ലെ. ഇപ്പൊ വലിയ എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള വലിയ അധ്വാനമൊന്നും നമുക്ക് ഇതുകൊണ്ടില്ല, വായില നാക്കുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അധികം ചെയ്തില്ല. അപ്പൊ ഹെൽത്ത് അത്രയധികം അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ചില ആളുകളുടെ ബോഡിയോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷനോ പോലെ ആയിരിക്കില്ല ഒരു ടീച്ചറിന്റേത്. കാരണം അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അധികം ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ എന്താ പറയാ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇവർക്ക് വരുന്ന ചിലപ്പോ തൊണ്ടവേദന, തൊണ്ട അടഞ്ഞു പോകും, സൗണ്ട് ഒക്കെ ചിലപ്പോൾ കിട്ടാണ്ടാവും. ഒത്തിരി സൗണ്ടിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്നെ പോലെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ അസ്വസ്ഥതയെ വരുള്ളൂ. അല്ലാതെ എത്ര വലിയ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാക്ടറീസിൽ ജോലി ചെയ്യുമ്പോൾ അവർ അവിടുത്തെ ഇതൊക്കെ ശ്വസിച്ച് അവരുടെ ലങ്സിലേക്കൊക്കെ ഇത് ചെന്ന് ഇതിന്റെ അംശങ്ങളൊക്കെ കിടന്ന് ലങ് പ്രോബ്ലംസ്, ലങ് ഡിസീസസ്, അതുപോലെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒത്തിരി വലിയ വലിയ ഇഷ്യൂസിലേക്കൊക്കെ പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ESI എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ എല്ലാ ബിസിനസ് സംരംഭങ്ങളിലും ഒക്കെ ഇപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ജോലിയിൽ ഇരിക്കുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്തരം എന്താ പറയാ എന്താ പറയാ നമ്മുടെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒക്യുപേഷണൽ ഹസാർഡ്സ് ഉണ്ടാകും. ഒക്യുപേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി സംബന്ധമായ അപകടങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ ഇരിക്കുമ്പോൾ ജോലിയുടെ അവിടെ തന്നെ വെച്ചുണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വെല്ലിന്റെ ഒക്കെ പൊക്കത്തിൽ പിടച്ചു കയറി അവിടെ നിന്ന് വീണു കഴിയുമ്പോൾ വലിയ എന്താ പറയാ ചിലപ്പോ ആളുടെ ജീവൻ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലപ്പോൾ പാർട്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ കോമ സ്റ്റേജിൽ പോയി, അങ്ങനെ പല രീതിയിലും അസുഖങ്ങളൊക്കെ ആളുകൾക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ESI എന്ന് പറയുന്ന സ്കീമിന്റെ പ്രത്യേകത. അത് നമ്മളുടെ different people, those who are working in different parts or different factories in India, ഇന്ത്യയിൽ തന്നെ പല ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഈ ഒരു ബെനിഫിറ്റിന് അവൈലബിൾ ആകണമെങ്കിൽ the workers drawing wages not in excess of 21 per month, 21,000 per month, ഒരു മാസത്തിൽ 21,000 കുറവ് മാത്രം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു മാസം 21,000 താഴെ വേജസ് കൂലി വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അർഹതയുള്ളൂ. 21,000 സാലറിയിലെ മാസത്തിൽ 21,000 താഴെ സാലറി വാങ്ങിക്കുന്നവർ, വേജസ് വാങ്ങിക്കുന്നവർ, കൂലി വർക്കേഴ്സ് ആകുമ്പോൾ വേജസ് എന്നാ പറയാ അല്ലെ. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ അതിനകത്തെ പോയിന്റുകൾ? ആ ഒരു പാരഗ്രാഫിലെ പോയിന്റുകൾ മനസ്സിലായല്ലോ? വായിച്ചു നോക്കിയേ ഒന്ന്, ആ ഒരു പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൈമറിലി എന്ന് തുടങ്ങുന്ന പോയിന്റ് വായിച്ചു നോക്കുക.
വായിച്ചില്ലേ? ഓക്കെ ആണല്ലോ? അടുത്ത പറഞ്ഞോട്ടെ. ഹലോ ഹലോ ഹലോ. ആ ഓക്കെ. അപ്പൊ ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അത്രയും കാര്യങ്ങള് ESIനെ സംബന്ധിക്കുന്ന കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കണ്ടീഷൻസും അതിന്റെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ESI എന്ന് പറയുന്ന സ്കീമില് പങ്കാളികളാകുന്നവര് നമ്മൾ പറഞ്ഞു, അത് എന്താ പറയാ, ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലിക്കാർ ഫാക്ടറീസ് ആണ് ഓൾമോസ്റ്റ് അതിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫാക്ടറീസിലെ ജീവനക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം സ്കീമുകൾ. ഇതിനകത്ത് ഇതിന്റെ പ്രീമിയം ഇനി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞതിലില്ലേ നമ്മുടെ SHIല് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീമിയം ആരാ അടയ്ക്കുന്നത്? കോൺട്രിബ്യൂഷൻ ഷുഡ് ബി പെയ്ഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ ആണ് എംപ്ലോയിയുടെ ഫുൾ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ പേരിൽ അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിന്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ ജോലിക്കാരനെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രീമിയം കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ മാത്രമാണ്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ രണ്ടുപേരും കൂടി അടയ്ക്കാം. എംപ്ലോയറും അടയ്ക്കണം, എംപ്ലോയിയും അടയ്ക്കണം. അപ്പൊ പക്ഷെ മുഴുവനാണോ? അല്ല, അതിന് ഒരു പ്രത്യേക ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, ഒരു രീതിയുണ്ട്. അതായത് 3.25% അവരുടെ വേജസിന്റെ, ഇപ്പൊ എനിക്ക് എത്രയാണോ കൂലി ആ കൂലിയുടെ 3.25%, 3.25% ഷുഡ് ബി പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അതായത് ഭൂരിഭാഗം മെജോറിറ്റി പോർഷൻ ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയറെ കൊടുക്കുന്നത്. 3.25% എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയർ ആ ആളുടെ വേജസിന്റെ പ്രീമിയത്തിന്റെ ഇതായിട്ട് കൊടുക്കണം. ആൻഡ് ഒരു എത്രയാണ്? 0.75%, 0.75% അത് ആരാ കൊടുക്കേണ്ടത്? അത് എംപ്ലോയി ആണ്. ഇപ്പൊ എന്റെ വേജസ് എത്രയാണ്? 10,000 ആണെങ്കിൽ ആ 10,000 ഇൻറ്റു 3.25/100 എന്നുള്ളത് ആര് കൊടുക്കണം? എംപ്ലോയർ കൊടുക്കണം. ആ എന്റെ വേജസിന്റെ 10,000ത്തിന്റെ 0.75% ആര് കൊടുക്കണം? എന്റെ ഭാഗത്ത് എന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർന്ന് ടോട്ടൽ 4%, 4% എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിലേക്ക് എന്തായി പ്രീമിയം ആയിട്ട് കൊടുക്കേണ്ടി വരിക. മനസ്സിലായോ? ESIയിൽ ഇങ്ങനെയാണ്, എംപ്ലോയറും എംപ്ലോയിയും കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ ദർ ഇസ് വൺ എക്സെപ്ഷൻ. ഒരു എന്താ പറയാ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് മാത്രം ഒരു എന്താ പറയാ എക്സെപ്ഷന്റെ മലയാള വാക്ക് ഒരെണ്ണം ഒഴികെ, ഈ ഒരു കാര്യം ഒഴികെ. ഏത് കാര്യം ഒഴികെ? അതായത് ദ വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് എ ഡെയിലി വേജ് ഓഫ് ലെസ് ദാൻ 176. ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ കൂലി 176 രൂപയിൽ കുറവാണെങ്കിൽ, 176 രൂപയിൽ കുറവാണെങ്കിൽ ഉണ്ടല്ല എംപ്ലോയി കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എംപ്ലോയർ മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? എംപ്ലോയിക്ക് കൊടുക്കണ്ട. 176 രൂപയിൽ കുറവാണ് ഒരു ദിവസത്തെ കൂലി ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസ് ഈ പറയുന്ന 0.75% ആൾ അടയ്ക്കേണ്ട. ഫുൾ കോൺട്രിബ്യൂഷൻ ആര് കൊടുത്തോളും? എംപ്ലോയർ കൊടുക്കണം എന്നുള്ളതാണ് ESIയുടെ പ്രത്യേകത. മനസ്സിലായോ? ആ 2 പോയിന്റ് മനസ്സിലായോ? 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ 4th 1 2 3 4 ഇതാ. അതായത് ഈ നമ്മള് ഒരു ഇൻഷുറൻസിന്റെ ഭാഗമായാൽ നമ്മൾ പ്രീമിയം അടയ്ക്കണമല്ലോ. ഏത് ഇൻഷുറൻസ് ആണെങ്കിലും പ്രീമിയം അടയ്ക്കണം. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസ് ആകുമ്പോൾ കുഞ്ഞു ചെറിയ എമൗണ്ട് ആയിരിക്കും. ചിലപ്പോ മാസം 10 രൂപ അല്ലെങ്കിൽ വർഷത്തില് 1000 രൂപ, അങ്ങനെയൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും. എന്താ പറയാ വർഷത്തില് അങ്ങനെയൊക്കെ ആയിരിക്കും പേയ്മെന്റ് കൊടുക്കേണ്ടി വരിക. പക്ഷെ ESIയിലെ പ്രീമിയത്തിനും എന്താ പറയാ ESIയിലുള്ള കോൺട്രിബ്യൂഷനും എന്തായാലും കൊടുക്കണം. പക്ഷെ ഇത് കൊടുക്കുന്നത് എംപ്ലോയറും എംപ്ലോയും കൂടി വീതിച്ചിട്ടാണ്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരിയാണ്. എന്റെ എംപ്ലോയർ നമ്മുടെ സാറാണ് വിചാരിക്കുക. ആ സാറാണല്ലോ, അല്ല വിചാരിക്കല്ല, ആണല്ലോ. അപ്പൊ എനിക്ക് കിട്ടുന്ന സാലറി ഇപ്പൊ 10,000 രൂപ എനിക്ക് സാലറി കിട്ടുന്നെങ്കിൽ 10,000ന്റെ 3.75% എന്ത് ചെയ്യണം? എന്റെ ശമ്പളം എത്രയാണോ അതിന്റെ 3.75%, 3.25% ആര് കൊടുക്കണം? എംപ്ലോയർ എനിക്ക് വേണ്ടിയിട്ട്, എന്റെ പ്രീമിയത്തിന് വേണ്ടിയിട്ട് പുള്ളി കൊടുക്കണം. അതേസമയം എന്റെ വേജസിന്റെ അതേ 10,000ന്റെ 0.75% എന്ത് ചെയ്താൽ മതി? എന്റെ സാലറിയിൽ ഞാൻ കൊടുത്താൽ മതി. മനസ്സിലായി? രണ്ടും കൂടി ചേർന്ന് മൊത്തം 4% പ്രീമിയം വരുന്നത്. ഒരാളുടെ വേജസിന്റെ 4% ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇനി കുറെ കഴിയുമ്പോൾ മാറുമൊക്കെ, ഈ ഫിഗറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അറ്റ് പ്രസന്റ് ഇപ്പൊ ഇത് ഇങ്ങനെയാണ്. മനസ്സിലായോ? 4ാമത്തെ പോയിന്റ് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? 4ഉം 5ഉം. 5ാമത്തെ പോയിന്റില് എന്താണ് ഈ പറയുന്ന പ്രീമിയം എംപ്ലോയി കൊടുക്കേണ്ടാത്ത ഒരു അവസരമാണ് പറഞ്ഞിരിക്കുന്നത്. അതെപ്പോഴാ?
വർക്കർക്ക് അയാൾക്ക് എംപ്ലോയിക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് ഒരു ദിവസം 176 രൂപയിൽ കുറവാണെങ്കിൽ 176 രൂപയിൽ കുറവാണെങ്കിൽ അത്തരം എംപ്ലോയീസ് ഈ പ്രീമിയം അടയ്ക്കേണ്ട എംപ്ലോയർ മാത്രം അടച്ചാൽ മതി. ഓക്കെ. അണ്ടർലൈൻ ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. Okay. Let's see what are the benefits. ഈ ESI-യുടെ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഈ ബെനിഫിറ്റ് ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, എംപ്ലോയി ആ ഒരു സ്ഥാപനത്തിൽ 78 ദിവസം എങ്കിലും ജോലി ചെയ്തിരിക്കണം. അതിനുശേഷമുള്ള അസുഖങ്ങളോ ഹോസ്പിറ്റലിലോ കിടന്നതിനോ കാശ് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുള്ളൂ. ഇത്തരം സ്കീമില് പങ്കാളിയായ ആളുകൾ 78 ദിവസം വരെ. ഇപ്പൊ ഞാൻ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നു, ഞാൻ ESI-ല് എന്നെ എന്താ പറയാ, ESI എന്ന് പറയുന്ന പോളിസി എന്റെ പേരിലും എംപ്ലോയർ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ജോലിക്ക് കയറി ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്ന് വിചാരിക്കാം. ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറച്ച് കാശൊക്കെ ചെലവായി, കാശ് സ്വന്തമായിട്ട് കൊടുക്കണം. 20 ദിവസം ആയിട്ടുള്ളൂ. 78 ദിവസമെങ്കിലും ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആ ഒരു ബെനിഫിറ്റിന് അർഹതയുള്ളൂ എന്ന്. ഇനി അതേപോലെ തന്നെ മെറ്റേണിറ്റിക്ക് കിട്ടുന്ന അലവൻസ് അല്ലെങ്കിൽ അലവൻസ് അല്ല, ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, പ്രസവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ അതിന് തൊട്ട് മുൻപ് 70 ദിവസം വരെയെങ്കിലും ആ എംപ്ലോയി ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ ക്ലിയർ ആയോ? ഇടയ്ക്ക് കട്ടായി പോണ്ടോ? നിമിഷ, കട്ടായി പോണ്ടോ? അതുകൊണ്ടാണോ കേൾക്കാഞ്ഞ്? അതാണെന്ന് എനിക്ക് തോന്നി. കാരണം അത്ര സ്പീഡിലും അല്ല, കുറെ പ്രാവശ്യം ഒരേ കാര്യം തന്നെ ആവർത്തിച്ചാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. യെസ്, അടുത്തത് ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റിന്റെ ഒരു പോയിന്റ് എന്തായാലും പറഞ്ഞ് തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ പറയാം. ഒന്ന്, സിക്നെസ് ബെനിഫിറ്റ് ആണ്. ഈ ഒരു ESI-നകത്ത് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെ നേട്ടമുണ്ട് നോക്കാം. ഒന്ന് സിക്നെസ് ബെനിഫിറ്റ് ആണ് എല്ലാ എംപ്ലോയിക്കും. അതായത് ഇപ്പൊ 78 ദിവസം വരെയൊക്കെ ജോലി ചെയ്ത് ആൾക്ക് എന്തെങ്കിലും അത് കഴിഞ്ഞപ്പോ എന്തെങ്കിലും അസുഖം വന്നു, അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് 70% ഓഫ് ദ ഡെയിലി വേജസ്. ഹോസ്പിറ്റലിൽ കിടന്നു, അവരുടെ കൂലിയുടെ 70% രൂപ വരെ, മാക്സിമം പീരീഡ് ഓഫ് 91 days. ആ രോഗവുമായി ബന്ധപ്പെട്ട് 91 ദിവസം ആള് ജോലിക്ക് വരാതെയും ഹോസ്പിറ്റലൈസ്ഡ് ആയും ഒക്കെ കഴിഞ്ഞാൽ എന്ത് കിട്ടും? 70%. അവരുടെ വേജസ് എത്രയാണോ അതിന്റെ വേജസ് 70%. എത്ര ദിവസം വരെ കിട്ടും? 91 ദിവസം വരെ. ഒരു ഇയറിൽ, ഒരു വർഷത്തില് 91 ദിവസം വരെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. സിക്നെസ്, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി 91 ദിവസം വരെ വേണമെങ്കിൽ ആ ഒരു വർഷത്തിൽ അവർക്ക് അവധി എടുക്കാം. എന്ന് വെച്ചാൽ അടുപ്പിച്ച് 91 ദിവസം അല്ല കേട്ടോ, ഇടയ്ക്ക് വേറെ അസുഖത്തിനൊക്കെ പോയി കിടന്നു. ആ സമയത്തൊക്കെ അവർക്ക് അവരുടെ വേജസ് എത്രയായിരുന്നോ അതിന്റെ 70% രൂപ കിട്ടും. എത്ര ദിവസം വരെ കിട്ടും? 91 ദിവസം വരെ കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. ക്ലിയർ ആയോ? സിക്നെസ് ബെനിഫിറ്റ് അതാണ്. മാക്സിമം ഉണ്ട് 91 ദിവസം. ഇനി അതിൽ കൂടുതൽ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കൂല, കാരണം മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അവിടെ വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കാം. ഓക്കെ. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്. ഓക്കെ, താങ്ക് യു. ബൈ. സീ യു.